ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് നോട്ട് നിരോധനം. കറൻസിക്ക് മൂല്യമില്ലാതാക്കുന്ന നടപടിയാണ് നോട്ട് നിരോധനം എന്നറിയപ്പെടുന്നത്. നിലവിൽ 4 തവണ നോട്ട് നിരോധനം നടത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വഴിയെ പഠിക്കാം. നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ വിപണിയിലെ കള്ളപ്പണം തടയൽ, നിലവിലുള്ള ബാങ്കിംഗ് സംവിധാനത്തിൻ്റെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കാൻ, പണരഹിത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതിന്, അനൗപചാരികത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഔപചാരികമാക്കാൻ, വിപണിയിൽ നിന്ന് കള്ളനോട്ടുകൾ നീക്കം ചെയ്യാൻ, സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും അവരുടെ സാമ്പത്തികവും കുറയ്ക്കാൻ. ഇതിനെല്ലാം നോട്ട് നിരോധനം സഹായകമാവും. നമ്മളെല്ലാവരും 2016 നോട്ട് നിരോധനം കണ്ടവരാണ്. അതൊരുപാട് സാമ്പത്തിക ആഘാതങ്ങൾ ഉണ്ടാക്കി. എന്തൊക്കെയാണ് നോട്ട് നിരോധനത്തിൻ്റെ സാമ്പത്തിക ആഘാതങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചു കാലത്തേക്ക് പണക്ഷാമത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായി, ചെറുകിട വ്യവസായങ്ങളെയും അനൗപചാരിക മേഖലകളെയും സാരമായി ബാധിച്ചു, വിവിധ മേഖലകളിൽ തൊഴിൽ നഷ്ടത്തിന് കാരണമായി. നോട്ട് നിരോധനം കൊണ്ട് ഉണ്ടായ വലിയൊരു മാറ്റമാണ് ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഗണ്യമായ വർധനവുണ്ടായി എന്നത്. RBI ആക്ട് സെക്ഷൻ 26 പ്രകാരമാണ് കറൻസിയെ നമ്മളൊരു ലീഗൽ ടെൻഡറായി കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ 4 തവണ നോട്ട് നിരോധനം നടന്നിട്ടുണ്ടെന്ന്. ആദ്യമായി ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത് 1946 ജനുവരി 12-നാണ്. 500, 1000, 10000 എന്നീ നോട്ടുകളാണ് അന്ന് നിരോധിച്ചത്. CD ദേശ്മുഖ് ആയിരുന്നു ആ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ. രണ്ടാമതും നോട്ട് നിരോധനം നടക്കുന്നത് 1978 ജനുവരി 16-നാണ്. 1000, 5000, 10000 എന്നീ നോട്ടുകളാണ് അന്നേരം നിരോധിച്ചത്. IG പട്ടേൽ ആയിരുന്നു ആ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, 1946 10000-ൻ്റെ നോട്ട് നിരോധിച്ചതല്ലേ, പിന്നെ ഇതെന്താ 1978 10000-ൻ്റെ നോട്ട് നിരോധിക്കുന്നതെന്ന്. 1946 10000-ൻ്റെ നോട്ട് നിരോധിച്ചതിന് ശേഷം വീണ്ടും ആ നോട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീട് നിരോധിച്ചത്. മൂന്നാമതായിട്ട് നോട്ട് നിരോധനം നടക്കുന്നത് 2016 നവംബർ 8-നായിരുന്നു. ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള നോട്ട് നിരോധനമായിരുന്നു. ഈ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആയിരുന്നു. സാമ്പത്തിക വിദഗ്ധനായ അനിൽ ബോഖിലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചത്. 500, 1000 എന്നീ നോട്ടുകളാണ് അന്നേരത്ത് നിരോധിച്ചത്. ഉർജിത് പട്ടേൽ ആയിരുന്നു ആ സമയത്തെ റിസർവ് ബാങ്ക് ഗവർണർ. 500, 1000 നോട്ട് നിരോധിച്ചതിന് ശേഷം കൊണ്ടുവന്നൊരു പുതിയ നോട്ടാണ് 2000-ൻ്റെ നോട്ടുകൾ. ആ നോട്ടിൽ ഒപ്പുവെച്ചത് ഉർജിത് പട്ടേൽ ആയിരുന്നു. ഈ 2000-ൻ്റെ നോട്ട് 2023 മെയ് 19-ന് ശക്തികാന്ത് ദാസ് നിരോധിച്ചു. സെപ്റ്റംബർ 30 വരെയായിരുന്നു 2000-ൻ്റെ നോട്ട് മാറ്റി നൽകാനായിട്ട് ബാങ്കുകൾക്ക് അവസരം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് പിന്നീട് ഒക്ടോബർ 7 വരെ നീട്ടിക്കൊടുക്കുകയുണ്ടായി. 2016 നോട്ട് നിരോധനം എല്ലാവരും അറിഞ്ഞ നോട്ട് നിരോധനമാണെങ്കിൽ കേരളത്തിലെ പകുതി ആളുകളും അറിയാതിരുന്നൊരു നോട്ട് നിരോധനം കൂടിയായിരുന്നു ഈ 2023 മെയ് 19-ന് 2000-ൻ്റെ നോട്ട് നിരോധിച്ചത്. 2023-ലെ നോട്ട് നിരോധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു, അധികം ആരും അറിയാതിരുന്ന നോട്ട് നിരോധനമാണ്. ഏറ്റവും അവസാനമായിട്ട് നടന്നിട്ടുള്ള നോട്ട് നിരോധനമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്